ഇന്ന് പോൾ ദ സിക്സ്ത് ഹോളിൽ വോളണ്ടിയേഴ്സിനെ ആവേശത്തിലാക്കിക്കൊണ്ടായിരുന്നു ലയോ 14 മാർപ്പാപ്പയുടെ വരവ്. കാരണം 33 മില്യണിലധികം, ഏകദേശം 30 ദശലക്ഷത്തിലധികം ജനങ്ങൾ ഔദ്യോഗികമായി ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ സന്ദർശനത്തിന് വന്നപ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നത് 7000-ഓളം വരുന്ന ജൂബിലി വർഷത്തെ വോളണ്ടിയേഴ്സ് ആയിരുന്നു. ഇതിൽ 7000 പേരാണ് ഔദ്യോഗികമായിട്ട് വോളണ്ടിയർ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 5000 പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന വ്യത്യസ്തമായ മേഖലകളിൽപ്പെട്ട വ്യക്തികളായിരുന്നു. അതിൽ 2000 പേര് ഓർഡർ ഓഫ് മാൾട്ട എന്ന ഓർഗനൈസേഷന്റെ കീഴിലുള്ള വോളണ്ടിയേഴ്സ് ആയിരുന്നു. ഏതായിരുന്നാലും പോൾ ദ സിക്സ്ത് ഹോളിൽ 7000-ലധികം വരുന്ന വോളണ്ടിയേഴ്സിനോടൊപ്പം ഗവൺമെന്റ് ഒഫീഷ്യൽസ്, പോലീസേഴ്സ്, ലോ മേക്കേഴ്സ്, അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ടവര് അവരുടെ ശുശ്രൂഷയ്ക്ക് നന്ദി പറയുവാൻ വേണ്ടി ലയോ 14 മാർപ്പാപ്പ എത്തുകയുണ്ടായി. പ്രത്യേകിച്ച് മാർപ്പാപ്പ എടുത്തു പറഞ്ഞൊരു കാര്യം, വോളണ്ടിയേഴ്സിന്റെ ശാന്തപൂർവമായ സ്നേഹപൂർവകമായ ശുശ്രൂഷ വഴി ഇവിടെ വന്ന എല്ലാ ജനങ്ങൾക്കും പ്രത്യാശയുടെ തീർത്ഥാടകരായിക്കൊണ്ട് ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോകുവാൻ തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വോളണ്ടിയേഴ്സിനെ മാർപ്പാപ്പ പ്രത്യേകമായി അഭിനന്ദിക്കുകയുണ്ടായി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാർപ്പാപ്പ പറഞ്ഞു, വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും ഭൗതിക അവശിഷ്ടങ്ങൾ കുടികൊള്ളുന്ന ബസിലിക്കകളും അതോടൊപ്പം തന്നെ ഹോളി ഡോറുകളും കൊള്ളുന്ന എല്ലാ ബസിലിക്കകളും അതോടൊപ്പം തന്നെ റോമിലെ വിവിധങ്ങളായ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുക വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന ദൈവജനത്തിന്റെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാനായിട്ട് ഈ ജൂബിലി വർഷം കാരണമായി എന്നുള്ളത് സത്യമാണ്. അതിനേറ്റവും കൂടുതൽ സഹായിക്കുവാൻ കൂടെ നിന്നത് ഈ ഇവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുകയുണ്ടായി, തീർത്ഥാടകരായി വരുമ്പോൾ അവർക്ക് കൈമുതലായി കൂടെ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനമായും പ്രത്യാശ എന്ന ഗുണം തന്നെയായിരുന്നു. അത് ഇവിടെ വന്ന എല്ലാ തീർത്ഥാടകരും കൈമുതലായിക്കൊണ്ട് തിരിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാവുമ്പോൾ സാധിക്കുന്നത് പോലെ ഇവിടെയുള്ള വോളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ്, പ്രത്യേകിച്ച് മാർപ്പാപ്പ മരിക്കുന്ന സാഹചര്യത്തിൽ, കോൺക്ലേവ് നടക്കുന്ന സാഹചര്യത്തിൽ, അതിന് പിന്നീടായിരുന്നാലും ഇവിടെ വരുന്ന തീർത്ഥാടകരെ വളരെ ക്ഷമയോടുകൂടി തന്നെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ നയിക്കുകയും ചെയ്തതായി നമ്മൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷകളെ അകമഴിഞ്ഞ രീതിയിൽ തന്നെ മാർപ്പാപ്പ പ്രശംസിക്കുകയുണ്ടായി. അതിനുശേഷം വിവിധ കർദിനാൾമാരെയും ആർച്ച് ബിഷപ്സിനെയൊക്കെ മാർപ്പാപ്പ കാണുകയും പോലീസ് ഓഫീസേഴ്സിനെയും ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും പ്രത്യേകമായി കാണുകയും ചെയ്തു. ഒപ്പം വോളണ്ടിയേഴ്സിന്റെ പ്രതിനിധികളെ മാർപ്പാപ്പ പ്രത്യേകമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ജൂബിലി വർഷത്തിൽ ജൂബിലി വർഷത്തിന് നേതൃത്വം കൊടുത്ത ആർച്ച് ബിഷപ്പ് റിനോ ഫിസക്കേലയെ പ്രത്യേകം നന്ദിയോടെ കൂടി തന്നെ മാർപ്പാപ്പ ഓർമ്മിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്ന വോളണ്ടിയേഴ്സ് അവർക്ക് ലഭിച്ച ജാക്കറ്റുകൾ ധരിക്കുകയും അല്ലാതെയുമൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷകൾ ചെയ്ത് നന്ദി സൂചകമായി മാർപ്പാപ്പയെ കാണുവാനും കൈകൾ മുത്തുവാനും അവർക്ക് അവസരമുണ്ടായിരുന്നു. മാർപ്പാപ്പ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുവാൻ വേണ്ടി വോളണ്ടിയേഴ്സിന്റെ മധ്യഭാഗത്തൂടെ നടന്ന് എല്ലാവരെയും തന്നെ മാർപ്പാപ്പ കൈകൾ കൊടുത്ത് സ്നേഹത്തോടെ തൻ്റെ കടപ്പാട് അറിയിക്കുകയുണ്ടായി. ഞാനും ഈ വർഷം ജൂബിലി വർഷത്തിൽ ഒരു വോളണ്ടിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ജാക്കറ്റ് വോളണ്ടിയേഴ്സിനായി പ്രത്യേകമായി ലഭിച്ചിരിക്കുന്നത്. വലിയൊരു അനുഭവമായിരുന്നു ഈ ജൂബിലി വർഷത്തിൽ വോളണ്ടിയേഴ്സിന്റെ ശുശ്രൂഷ നേരിൽ കാണുവാൻ സാധിച്ചതും അത്തരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ചില സാഹചര്യങ്ങളിലെങ്കിലും സാധിച്ചത്. ഇതും സുവിശേഷ വേലയോളം പ്രാധാന്യമുള്ള ദൈവസ്നേഹത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ തന്നെയായിരുന്നു. നിശബ്ദമായിരുന്നു അവരുടെ ശുശ്രൂഷ വോളണ്ടിയേഴ്സിന്റെ. എങ്കിലും ശക്തമായ രീതിയിൽ അവരാലാവുന്ന രീതിയിൽ എല്ലാവരും ദൈവത്തിന്റെ സ്നേഹം വരുന്നവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ വലിയ ക്ഷമയോടെ സ്നേഹത്തോടെ അവർ അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു വത്തിക്കാനിൽ അവരുടെ ജീവിതം. നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ വോളണ്ടിയേഴ്സിന്റെ ശുശ്രൂഷകൾക്കായി ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷകൾക്ക്
അവരിലൂടെ ലഭിച്ച എല്ലാ ശുശ്രൂഷകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് അവർ വോളണ്ടിയേഴ്സായി വത്തിക്കാനിൽ വന്ന് ജോലി ചെയ്തിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷ മേഖലകൾക്ക് വേണ്ടി, ജീവിതത്തിന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ത്യാഗനിർഭരമായി അവർ ചെയ്ത ശുശ്രൂഷകൾക്ക് ദൈവം പ്രതിഫലം നൽകുവാൻ വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.